വിഷുവിന് സദ്യയുടെ കൂടെ കഴിക്കാനാണെങ്കിലും അല്ലാതെ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ഏത്തപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം പുളിശ്ശേരി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 2 ഏത്തപ്പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഒരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ശർക്കര, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ പഴം വേവുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. ഈ ശർക്കര ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ പുളിശ്ശേരിക്ക് ഉണ്ടാവുക. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഴം നന്നായിട്ട് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ, 3 ചുവന്നുള്ളി, 3 വെളുത്തുള്ളി അല്ലി, എരിവിന് വേണ്ടിയിട്ട് 6 പച്ചമുളക്, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും നമുക്കൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. പഴമൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ഉടയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തേങ്ങയുടെ പച്ചമണക്കം പോകുന്നത് വരെ ഏകദേശം 3 മുതൽ 5 മിനിറ്റ് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ നല്ല ലൂസായിട്ട് തോന്നും, പക്ഷേ ഇതിന് കുറച്ച് കഴിയുമ്പോൾ കുറുകി വരും. ഇതിൻ്റെ പതയൊക്കെ ഒന്ന് അടങ്ങി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് തൈര് ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഈ ചൂടത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് പൊട്ടി വന്നു കഴിഞ്ഞാൽ 1/4 കപ്പ് ചുവന്നുള്ളി ചേർത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും അതുപോലെ ഒരു നുള്ളു കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ചെറിയൊരു കളർ കിട്ടും. അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ താളിച്ചത് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് 10 മിനിറ്റുകൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ചും കൂടി സമയം ഇരിക്കും തോറും ഒന്നുകൂടി നന്നായിട്ട് കുറുകി വരുന്നതാണ്. ഏകദേശം 2 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. നല്ല ചൂട് ചോറിനൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.